നേരത്തെ ഹസ്കർ പറഞ്ഞതിനെ പറ്റി റിട്ടയർഡ് SP ശ്രീ സക്കറിയ ജോർജ് IPS മറുപടി നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ സക്കറിയ ജോർജ്, ഈ അങ്ങ് സർവീസിലിരിക്കുമ്പോൾ അങ്ങയുടെ മുകളിൽ അല്ലെങ്കിൽ അങ്ങയുടെ മുകളിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം വന്നാൽ എങ്ങനെയാവും അതിൻ്റെ സ്വതന്ത്ര അന്വേഷണം നടക്കുക? അത് സാധ്യമാണോ? അത്തരത്തിലുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും വന്നാൽ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ആർക്കാണ് ചെയ്യുക? അന്വേഷണ റിപ്പോർട്ട് നൽകേണ്ടത് മുകളിലിരിക്കുന്ന ആ ഉദ്യോഗസ്ഥൻ കാണാതെ ആ ഫയൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന് നൽകാൻ കഴിയുമോ? എന്താണ് പറയാനുള്ളത് ശ്രീ സക്കറിയ ജോർജ്? ഞാൻ നല്ലൊരു എക്സാമ്പിൾ പെട്ടെന്ന് പറയാം. ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാൻ ചീഫ് വിജിലൻസ് ഓഫീസറായിരുന്നു. അതിനു മുമ്പ് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാ വർഷവും 5% ഇൻക്രീസ് വെച്ച് അവർ ഈ പോൾ റെൻ്റൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പോസ്റ്റ് വാടകയ്ക്ക് എടുക്കുന്നതിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പെറ്റീഷൻ വന്ന് മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വന്ന് ഋഷഭ് സിംഗ് സാറാണ് അന്വേഷിച്ചത്. അപ്പോൾ അത് അവിടെയുള്ള ചില ആൾക്കാർ ഇൻക്ലൂഡിങ് അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ ശിവശങ്കർ സെക്രട്ടറിയായി MD ആയിട്ടിരിക്കുന്നു. അപ്പം ഋഷഭ് സിംഗ് സാറിന് അയാൾക്കെതിരെയുള്ള പരാതിയുടെ റിപ്പോർട്ട് അയാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്തു. സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്തു കഴിയും മിനിസ്റ്ററുടെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് കൊടുത്തപ്പം ആ കൊടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഓർഡർ കിട്ടി. അദ്ദേഹം ഉടലോടെ സ്വർഗത്തിൽ പോയി, അവിടെ നിന്ന് പറപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഈ പറയുന്ന എൻക്വയറികളൊക്കെ നടത്തുമ്പോൾ ഉന്നതരായ അവരെല്ലാം നിയമത്തിന് അതീതരാണ്. അതാണ് നമുക്കൊരു ഏറ്റവും നല്ല തോമസ് ജെഫേഴ്സന്റെ ഒരു വാക്കുണ്ട്, whenever a man has cast longing eye on officers. വളരെ വ്യക്തമാണ്. അതായത് നിയമം എന്ന് പറയുന്നത് ചിലന്തി വല പോലെയാണ്. ചെറിയ ജീവികളെ അതിൽ കുടുങ്ങുകയുള്ളൂ, വലിയ ജീവികൾ ആ വല പൊട്ടിച്ചു പോകും.